നമസ്കാരം. മറ്റൊരു തൊടുകുറി അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായം, ഈ വീഡിയോ നിങ്ങളുടെ മുൻപിലേക്ക് കടന്ന് വന്നിട്ടുള്ളത് ഒരിക്കലും യാദൃശ്ചികമായ ഒരു കാര്യമല്ല. വളരെ പ്രതീക്ഷകളോടെ പ്രവേശിക്കുന്ന ജൂൺ മാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത് എന്ന് കാണുന്നു. നിങ്ങൾ അനുഭവിച്ചു പോന്നിരുന്നതായ പ്രയാസങ്ങൾക്ക് അല്ലെങ്കിൽ നടക്കണം എന്ന് ആഗ്രഹിച്ചും നടക്കാതെ വൈകിപ്പോയിട്ടുള്ളതായ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടും മനസ്സിലെ വിഷമകരമായ സാഹചര്യങ്ങൾക്കും ഒരു വഴിത്തിരിവിലേക്ക് പ്രവേശിക്കാനായി പോകുന്ന സമയം തന്നെയാണ് ഇത് എന്ന് തന്നെ പരാമർശിക്കാം. ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ഭാഗ്യം തുറക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ പോകുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ചില മാറ്റങ്ങൾ സാധ്യമാകാവുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇതിനായി നിങ്ങൾ ഇതേക്കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം, ഇവിടെ തന്നിരിക്കുന്ന 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് വളരെയധികം ആകർഷണം നൽകിയതായ, നിങ്ങൾക്ക് ആകർഷണം തോന്നിയതായ ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇവിടെ തന്നിരിക്കുന്നത് 2 വിശേഷപ്പെട്ട ചിത്രങ്ങൾ തന്നെയാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിച്ച് നിങ്ങളുടെ വലിയ ആഗ്രഹം അത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചിത്രം തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. ഈ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഭാഗ്യം തെളിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഈ സമയം നിങ്ങൾ ഒരു നിമിഷം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ചിത്രം തിരഞ്ഞെടുക്കൂ. ഇവിടെ തന്നിരിക്കുന്നതായ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിച്ചതായ, നിങ്ങൾ പ്രാർത്ഥിച്ചതായ ആ ശക്തിയുടെ നാമം നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്താം. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ആ ദേവതയ്ക്ക് മുൻപിൽ നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ളതായ പ്രാർത്ഥനയാണ് എങ്കിലും കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ചിത്രമായ ഉപ്പനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ നിങ്ങളെ കാക്കുന്ന, നിങ്ങൾക്കൊപ്പം കൂടെയുള്ള നിങ്ങളുടെ കുടുംബ ദേവതയുടെ അനുഗ്രഹം നിങ്ങളിലുണ്ട് എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നു. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമാകാവുന്ന രീതിയിൽ കടന്നു വരാം എന്നുള്ളതാണ് വാസ്തവം. ധനപരമായ നേട്ടങ്ങൾ അനുകൂലമായ സാഹചര്യങ്ങളാകാം നിങ്ങളിലേക്ക് വന്നു ചേരുക. ധനപരമായ കാര്യങ്ങളിൽ ചില അനുകൂല സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പ്രധാനമായും മുടങ്ങിക്കിടക്കുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ധനപരമായ കാര്യങ്ങൾ തുണയ്ക്കുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് ഉണ്ടായി എന്ന് വരാം. എന്നാൽ ഇത്തരത്തിൽ കടന്നു വരുന്നതായ പണം പല വഴികളിലൂടെ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യത കാണുന്നതിനാൽ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകണം. ചെലവിന്റെ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ, സന്തോഷകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അനുകൂലമാകാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. ചില ക്ലേശങ്ങൾ, വിഷമകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ
നടക്കുവാനുള്ള സാധ്യത ഉള്ളതിനാൽ തന്നെ ശ്രദ്ധ പുലർത്തണം. സന്താനങ്ങൾ അല്ലെങ്കിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട് ചില വിഷമകരമായ കാര്യങ്ങൾ, സങ്കടകരമായ ചില അവസ്ഥകൾ വന്ന് ചേർന്നു എന്ന് വരാം. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി, നിങ്ങളുടെ കുടുംബ ദേവതയുടെ അനുഗ്രഹമുള്ളതിനാൽ നിങ്ങൾ ഒറ്റപ്പെടില്ല. നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന പരിതസ്ഥിതിയായിരിക്കും വന്നു ചേരുക. തൊഴിൽപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു അനുകൂല സാഹചര്യങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ കൂടുതൽ അനുകൂലമാവുകയോ ചില നേട്ടങ്ങൾ അത് നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത് നഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിലും നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. വളരെയധികം ബുദ്ധിശക്തി പ്രകടിപ്പിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ഈ സമയം നിങ്ങൾ പ്രധാനമായും ചിന്തിക്കേണ്ടതായ കാര്യം, ശരിയായ രീതിയിൽ ചിന്തയോടെ പ്രവർത്തിക്കേണ്ടതായ സാഹചര്യമാണ് ഉള്ളത്. ചിലരെങ്കിലും നിങ്ങളെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. അതിനാൽ കേട്ടപാതി തീരുമാനങ്ങൾ എടുക്കാതെ ശ്രദ്ധയോടെ തന്നെ തീരുമാനങ്ങൾ എടുക്കണം. പ്രതികൂലമായ കാര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് കൃത്യമായ ചിന്തകളിലൂടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നതിനാൽ പല കാര്യങ്ങളും വിഷമതകളും ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകുന്ന സാഹചര്യമുണ്ട്. ജീവിത വിജയങ്ങൾ അത് പലപ്പോഴും നിങ്ങൾക്ക് നേടാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട് എങ്കിൽ അതിൽ ചിലതെങ്കിലും നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള അവസരങ്ങൾ ഈ സമയം നിങ്ങളിലേക്ക് കടന്നു വരാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ശക്തി നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ശക്തി എന്ന് പറയുമ്പോൾ അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ശാരീരികമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം, മാനസികപരമാകാം. അത്തരത്തിൽ നിങ്ങൾക്ക് അനിവാര്യമായ ഒരു ശക്തി വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. കാരണം പലവിധ ആകുലതകളാൽ മനസ്സിന്റെ ശക്തി നഷ്ടപ്പെട്ടു നിൽക്കുന്ന നിങ്ങൾക്ക് അത് വർദ്ധിപ്പിക്കുവാനുള്ള അവസരം തന്നെയാണ് ഈ സമയം ആ ശക്തി ജീവിതത്തിലേക്ക് വന്നു ചേരുക. ആരോഗ്യപരമായി നോക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ അത്രമേൽ പന്തിയല്ല എന്ന് പറയാം. എന്നിരുന്നാലും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എങ്കിലും ആരോഗ്യപരമായ പ്രതിസന്ധികൾ, ചില വിഷമതകളുണ്ട് എങ്കിൽ ഒരു പരിധി വരെയെങ്കിലും അത്തരം വിഷമതകളെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും. എന്നാൽ ചില പ്രതിസന്ധികൾ കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഏതൊരു പ്രശ്നം വരുമ്പോഴും അതിനെ തരണം ചെയ്യുവാനുള്ള ശക്തി അത് നിങ്ങളിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതിനാൽ ആദ്യം പരിഭ്രമിക്കുവാൻ പാടുള്ളതല്ല, അതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. അപ്പോൾ തീർച്ചയായും ഇനി മുന്നോട്ടുള്ള നടപടി എന്താണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. അത്തരത്തിൽ മുന്നോട്ട് പോകണം. നിഷ്പ്രയാസം എന്ന് പറയുവാൻ സാധിക്കുന്നതല്ല, എങ്കിലും ചിന്തിച്ച് ആ കാര്യങ്ങൾ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് നേതൃത്വ സ്ഥാനത്തിലേക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുക, അല്ലെങ്കിൽ നേതൃപാടവം പല കാര്യങ്ങളിലും പ്രകടിപ്പിക്കുക, നേതൃസ്ഥാനത്ത് വരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അതൊരു സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ടാകാം. അത്തരത്തിൽ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാം. പലരും നിങ്ങളെ പല വിധത്തിലും വിഷമിപ്പിക്കുന്നവരാകാം, ഉപദ്രവിക്കുന്നവരാകാം. എന്നാൽ അവർ നശിച്ചു കാണണം എന്ന ആഗ്രഹമില്ല. എല്ലാം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ അർപ്പിച്ച് മുന്നോട്ട് പോകുന്നവർ തന്നെയാണ്. അത്തരത്തിൽ നിങ്ങൾക്ക് ദോഷം വരുത്തുന്ന ചില വ്യക്തികൾക്ക് തിരിച്ചടികൾ സംഭവിക്കാവുന്ന ഒരു മാസമായി തന്നെ മാറാം. ഈ സമയം നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവർ തന്നെ നിങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശത്രുക്കളായി വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അവരെയെല്ലാം കൃത്യമായി തിരിച്ചറിയുവാൻ സാധ്യമാകുവാൻ സാധ്യതയുള്ള ഒരു സമയം തന്നെയാണ് ഉള്ളത്. അതിനാൽ അത് കൃത്യമായി വിനിയോഗിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ വീക്ഷിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അത് അനുകൂലമായ ഫലങ്ങൾ നിങ്ങളിലേക്ക് നൽകാവുന്നതാണ്.
ഈ സമയം അശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ അനുഗ്രഹം കൂടി വർദ്ധിച്ചിരിക്കുന്നതിനാൽ ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളതിനാൽ തന്നെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തുകയും ഈ സമയം നിങ്ങളിലേക്ക് വേണ്ടതായ കാര്യങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടത് തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ പൊറുതിമുട്ടിയിരിക്കുന്ന നിങ്ങൾക്ക് ധനപരമായ പ്രയാസങ്ങളിൽ വിഷമകരമായ സാഹചര്യം നേരിടുന്ന നിങ്ങൾക്ക് അതിനെ തരണം ചെയ്യുവാനോ അല്ലെങ്കിൽ ആശ്വാസം ലഭിക്കുന്നതായ ചില കാര്യങ്ങളോ നിങ്ങളിലേക്ക് വന്ന് ചേരാം എന്നുള്ളതാണ്. ധനപരമായ കാര്യങ്ങളിലെ ആ പ്രയാസങ്ങൾ തരണം ചെയ്യുവാൻ അല്പം സാവകാശം നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ധനനഷ്ടത്തിനുള്ള സാധ്യതകൾ ഉള്ളതിനാൽ തന്നെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യം തന്നെയാണ്. അത് തീരുമാനങ്ങൾ എടുക്കുന്നതിനാണ് എങ്കിലും നിങ്ങളുടെ ചിന്തകളിലാണ് എങ്കിലും കൃത്യത പുലർത്തിയില്ല എങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ തെറ്റിദ്ധരിപ്പിക്കലിൽ നിങ്ങൾ വീണുപോകുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അത് വിനയായി തീരും എന്നുള്ളതാണ്. അതിനാൽ കൃത്യമായ തീരുമാനങ്ങൾ അനിവാര്യമാണ്. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടുള്ളതല്ല. ഭാഗ്യം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സമയം തന്നെയാണ്. അതിനാൽ ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന അവസരങ്ങൾ അത് കൃത്യതയോടെ നിങ്ങൾ സ്വീകരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. താൽക്കാലികമായ തൊഴിലാണ് എങ്കിലും മറ്റൊരു തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതകൾ പോലും തള്ളിക്കളയുവാൻ സാധിക്കുന്നതല്ല. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. രണ്ടാമത്തെ ചിത്രമായ പൂച്ചയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. വളരെയധികം പ്രയാസങ്ങൾ, അത് ധനപരമായ പ്രയാസങ്ങൾ തന്നെയാകാം, അത് അനുഭവിച്ചു പോരുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പലപ്പോഴും ഈ പ്രശ്നങ്ങൾ എല്ലാം മറികടക്കുവാനുള്ള പോംവഴിയായി ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാകാം. എന്നാൽ പല അവസരങ്ങളിലും അത് തടസ്സപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ പണം നിങ്ങളിലേക്ക് വന്നു ചേരാത്തതായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ മാറണം എന്നൊരു ആഗ്രഹം അതിയായി ജീവിതത്തിൽ വച്ച് പുലർത്തുന്നവർ കൂടിയാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ അത് കടന്നു വരുമോ എന്ന ആശങ്ക ഉണ്ട് എങ്കിൽ ഈ മാസം നിങ്ങൾക്കത് തുണ ആകുന്ന സമയമാണ്. ഈ സമയം നിങ്ങളുടെ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ദാമ്പത്യ ജീവിതത്തിലും അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായുള്ള തർക്കങ്ങൾ അത് നിങ്ങൾക്ക് വളരെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് എങ്കിലും ഈ മാസം തരണം ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ അത് കൃത്യതയോടെ വിനിയോഗിച്ചില്ല എങ്കിൽ പിന്നീട് അത് നിങ്ങൾക്ക് ദോഷമായി തീരുന്ന സാഹചര്യമാണ് ഉള്ളത്. അതിനാൽ തന്നെ മാനസികപരമായ അല്ലെങ്കിൽ ശാരീരികമായ വിഷമതകളാണ് എങ്കിലും അത് നിങ്ങൾക്ക് അവസാനിപ്പിക്കുവാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിച്ച് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന അവസരം തന്നെയാണ് ഉള്ളത് എന്ന് പറയാം. വളരെയധികം ആഗ്രഹങ്ങളുണ്ട് എങ്കിലും അതിൽ ചിലതെങ്കിലും നടന്നു കിട്ടേണ്ടത് അത്രമേൽ അനിവാര്യമായ സാഹചര്യമാണ് ഉള്ളത്. അത്തരം ചില ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് അനുകൂലമായി കടന്നു വരാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. അതിനുള്ള സാഹചര്യം നിങ്ങൾക്കൊരുങ്ങും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ജീവിതത്തിലുണ്ട്. ഇത്തരം പരിചയങ്ങളായി മാറാം. ഈ സമയം പല കാര്യങ്ങളും അനുകൂലമായി ചേരാം. ചില കാര്യങ്ങൾ പ്രവർത്തിക്കുകയും അത് പിന്നീട് കാര്യങ്ങൾ യാത്രകൾ അത് നിങ്ങൾക്ക് ഗുണകരമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ചില കാര്യങ്ങളിൽ പ്രതീക്ഷിക്കാതെ തടസ്സങ്ങൾ വന്നു ചേർന്നാലും അത് നിങ്ങൾക്ക് ധൈര്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരാം. തടസ്സങ്ങൾ വന്നു ചേരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരിക്കലും
വിഷമിക്കാൻ പാടുള്ളതല്ല. ഈ സമയം അവസരങ്ങൾ കൃത്യമായി വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ്. കൂടാതെ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങളെ യാത്രകൾ മൂലം ചില അനുകൂല കാര്യങ്ങൾ കാര്യസാധ്യം വന്ന് ചേരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചില ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ കടന്നു വരാം. പല കാര്യങ്ങളും നിങ്ങളുടെ മുൻപിൽ കാണുന്നത് പോലെയല്ല എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. യഥാർത്ഥമായ കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനും പല കാര്യങ്ങളെയും മുൻകൂട്ടി കാണുകയും അത്തരത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. മുൻകൂട്ടി കണ്ടു തന്നെ ചില കാര്യങ്ങളിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നതിലൂടെ അത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കാവുന്നതാണ്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ആകുലതകൾ അല്ലെങ്കിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിഷമകരമായ കാര്യങ്ങൾ, ആകുലതകൾ പരിഹരിക്കപ്പെടുവാൻ സാധ്യതയുള്ള സമയം തന്നെയാണ്. ഭാഗ്യാനുഭവങ്ങൾ അല്പം വർദ്ധിക്കാവുന്ന സമയമാണ് ഉള്ളത്. എല്ലാ കാര്യങ്ങളിൽ എന്ന് പറയുന്നില്ല, എങ്കിലും പല കാര്യങ്ങളിലും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ മാസം സംഭവിക്കുക. പല കാര്യങ്ങളിലും അത് കൃത്യമായി പ്രതിഫലിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഗുണാനുഭവങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ബുദ്ധിപരമായ പല കാര്യങ്ങളും പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. അത് പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു എന്ന് വരാം. ഈ സമയം ചില പ്രശ്ന പരിഹാരങ്ങൾ തന്നെയാണ് കടന്നു വരിക. പരിഹരിക്കാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന ചില പ്രശ്നങ്ങളും പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഇത് ധന നേട്ടങ്ങൾക്ക് പോലും വഴിയൊരുക്കാവുന്നതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതായ ബഹുമാനം ലഭിക്കുക, സ്വീകാര്യത വർദ്ധിപ്പിക്കുക, പുതിയ നേട്ടങ്ങൾ, അത് അപ്രതീക്ഷിതമായ തൊഴിൽ അവസരങ്ങളുമായി ബന്ധപ്പെട്ട് പോലും വന്ന് ചേരാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ, സ്വീകാര്യത കൂടാതെ പ്രശംസ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്നതാണ്. ചില കാര്യങ്ങൾ അല്ലെങ്കിൽ സന്തോഷകരമായ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് മാത്രമല്ല ഒപ്പമുള്ളവർക്ക് കൂടി നൽകുവാൻ സാധിക്കുന്ന, അവരിലേക്ക് കൂടി വ്യാപിപ്പിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരാം. ഈ സമയം യാത്രകളുമായി ബന്ധപ്പെട്ട ഫലം നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കാവുന്നതാണ്. തടസ്സപ്പെട്ട ചില യാത്രകൾ അനുകൂലമാകുവാനുള്ള സാധ്യതകളും തുലവും കൂടുതലാണ്. ഈ സമയം മനസ്സിന് ക്ലേശങ്ങളുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പല ചിന്തകളുമുണ്ട് എങ്കിൽ, ചിന്തകൾ കാടുകയറുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അത് മറികടക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാൻ സാധ്യത കൂടുതലാണ്. കഷ്ടതകൾ ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല എന്ന് പറയുന്നത് പോലെ പലവിധ കഷ്ടതകളും അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ തന്നെയായിരിക്കും നിങ്ങൾ. ഇതിലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ആശ്വാസം പ്രകടമാകാവുന്ന ചില കാര്യങ്ങൾ, ആശ്വാസം ലഭിക്കാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരാം. നിങ്ങളുടെ ജീവിതം തീർച്ചയായും ഈ സമയം ശരിയായ പാതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ഇത് ചില വ്യക്തികൾ നിങ്ങളിലേക്ക് ഉണ്ടാക്കിയിരിക്കുന്ന തെറ്റിദ്ധാരണകളെ തരണം ചെയ്താകാം. ഈ സമയം നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക് അതിനെ തടസ്സം സൃഷ്ടിക്കുവാൻ ചിലർ പലവിധ കാര്യങ്ങളുമായി നിങ്ങളെ സമീപിച്ചു എന്ന് വരാം. ഈ സമയം അതിൽ നിങ്ങൾ വഴങ്ങി കൊടുക്കുവാൻ പാടുള്ളതല്ല. ചിലരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്കെതിരാക്കുവാൻ അവർ ശ്രമിച്ചു എന്ന് വരാം. തെറ്റിദ്ധാരണകൾ പടർത്തുവാൻ ശ്രമിച്ചു എന്ന് വരാം. നിങ്ങളെ പല കാര്യങ്ങളിലും നിരുത്സാഹപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്ന് വരാം. അത്തരം കാര്യങ്ങളിലെല്ലാം വളരെയധികം ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ട് പോകണം. ഈ സമയം നിങ്ങളിലുള്ള ഈശ്വരാധീനം അത് വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ നിങ്ങൾ പ്രാർത്ഥിച്ച് തന്നെ മുന്നോട്ട് പോകണം. നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്ന ആ ഈശ്വരാധീനം നിലനിർത്തുവാനും അത് സഹായകരമായി തീരും. ഈ സമയം തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന സഹായങ്ങൾ ചെയ്ത് മുന്നേറുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്.
ഈ സമയം നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തികളുമായുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അതെല്ലാം പരിഹരിക്കുവാനുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടാകുന്നതും നിങ്ങൾക്ക് ഗുണകരമായി തീരും എന്നുള്ളതാണ്. മാറ്റങ്ങൾ പ്രകടമാകാവുന്ന, കടന്നു വരാവുന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും നിങ്ങളുടെ കഴിവുകൾ കൃത്യമായി നിങ്ങൾക്ക് പ്രകാശിപ്പിക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അതിനൊരു അവസരം ഈ മാസം സാധ്യമാകാവുന്ന സാഹചര്യമുണ്ട്. ഈ സമയം പല കാര്യങ്ങളും നിങ്ങളിലേക്ക് അനുകൂലമായി ഭവിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കർമ്മരംഗവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അതല്ല നിങ്ങളുടെ തൊഴിൽപരം മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ഒരു ഉയർച്ച സാധ്യമാകുന്ന സമയമാണ്. ചിന്തകളാണ് ഈ സമയം നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ളത്. നല്ല ചിന്തകൾ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ടതും അനിവാര്യം തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ മാസം കേൾക്കുവാൻ സാധിച്ചു പോലും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്നതിനാലും ചില കാര്യങ്ങൾ പ്രതിരോധിച്ച് മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി ആഗ്രഹിക്കുന്നതിനാൽ കൂടിയാണ് ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കൂടി കമന്റായി രേഖപ്പെടുത്തൂ.